ഹായ് ഹലോ വെൽക്കം ടു കാവൽ ബ്ലോഗ്സ് 25. നമുക്കിന്നൊരു പാൻ കേക്ക് ഉണ്ടാക്കിയാലോ? വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ളൊരു പാൻ കേക്ക്. അതിനു വേണ്ടി നമുക്ക് ഒരു ബൗളെടുക്കാം. ബൗളെടുത്തിട്ട് ഒരു മുട്ട പൊട്ടിച്ച് വയ്ക്കാം. അതിൻ്റെ കൂടെ ഒരു അര കപ്പ് പാലൊഴിക്കാം. അര കപ്പ് എന്ന് പറഞ്ഞാൽ 1/2 കപ്പ് മെഷറിംഗ് കപ്പ്. എന്നിട്ട് നമുക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാരയും 1/4 കപ്പ്. എന്നിട്ട് നമുക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർക്കാം. അതിനുശേഷം നമുക്ക് ഒരു 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും 1 ടീസ്പൂൺ വാനില എസൻസും. അതിനുശേഷം നമുക്ക് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ഗോതമ്പ് പൊടി ഇടാം. ഗോതമ്പ് പൊടിയാണ് ഞാൻ ഇടാൻ പോകുന്നത്. മൈദയിലും ഉണ്ടാക്കാം. മൈദയിൽ ഉണ്ടാക്കാമെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റിയാണ്. പക്ഷേ ഗോതമ്പ് പൊടി ഉണ്ടാക്കുമ്പോഴാണ് നമുക്ക് നല്ല ഹെൽത്തി, കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടി നമുക്ക് ഗോതമ്പ് പൊടിയാണ് നല്ലത്. അതുകൊണ്ട് ഞാൻ ഇന്ന് ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത്. നമുക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുക്കാം. ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ട് നമുക്കത് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ഫുള്ളായിട്ടിട്ടാൽ മൊത്തം കട്ടിയായിപ്പോവും കേട്ടോ. ഗോതമ്പ് പൊടി മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് വെജിറ്റബിൾ ഓയിൽ ചേർക്കാം. വെജിറ്റബിൾ ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ചേർക്കാം. വെളിച്ചെണ്ണ ചേർക്കരുതേ. ഞാനിവിടെ നെയ്യാണ് ഒഴിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിക്കുന്നത്. അതിനുശേഷം നന്നായി മിക്സാക്കി കൊടുക്കാം. ഒരു കേക്കിൻ്റെ ബാറ്ററൊക്കെ പോലെ നമുക്ക് നല്ലോണം മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു പാൻ എടുത്ത് അതിനെ ചെറിയ ദോശ പോലെ ചുട്ടെടുക്കാം. ഫ്ലെയിം കുറച്ച് നല്ല സിമ്മിൽ കുറച്ചിട്ടിട്ട് വേണം നമുക്ക് ചുട്ടെടുക്കാൻ വേണ്ടി. പെട്ടെന്ന് റെഡി ആയി കിട്ടും. അങ്ങനെ നമുക്ക് അതെടുത്തിട്ട് സെർവ് ചെയ്യാം. ഞാനിവിടെ അതിൻ്റെ കൂടെ ചോക്ലേറ്റ് സിറപ്പും കൂടെ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ഹണിയോ ചോക്ലേറ്റ് സിറപ്പോ ഒക്കെ ആയിട്ട് ഒഴിച്ച് നമുക്ക് സെർവ് ചെയ്യാം. ഒന്നും ഇട്ടില്ലെങ്കിൽ നല്ല ടേസ്റ്റിയാണ്. നമുക്ക് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിനു മുന്നേ വീഡിയോ കണ്ടതിന് ശേഷം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. ഓക്കെ, ഹാവ് എ നൈസ് ഡേ.